അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രകൃതി നമ്മൾ ഇന്നലെ ലേസായിട്ട് നോക്കി. പക്ഷേ ഈ പ്രകൃതിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇന്ന് നോക്കണം. പ്രകൃതി എന്ന് ഞാൻ പറഞ്ഞ് നമ്മുടെ ഓർഡിനറി ടൈമിൽ പ്രകൃതി മീൻസ് യൂണിവേഴ്സൽ നേച്ചർ. പക്ഷേ ഇവിടെ നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിംഗ് ഓഫ് വാതപിത്ത കഫ. അതൊരു കുട്ടി ഗർഭമാവുമ്പോൾ ആ സെക്കൻഡ് നടക്കുന്ന ഒരു ക്രിയയാണ്. ഈ ഒരു സ്പാം ആൻഡ് ഒരു ഓവം രണ്ടും മീറ്റ് ചെയ്യുന്ന ആ മൈക്രോ സെക്കൻഡ് ഈ അച്ഛൻ്റെ സ്പാം വഴിയായിട്ട് ജനറ്റിക്ക ഫെർട്ടിലൈസ്ഡ് ഓവത്തിൽ ഈ പിത്ത കഫ ഫാർമുല പതിയും. അതെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാർമുല എങ്ങനെ പതിയുന്നു, എങ്ങനെ പതിയുന്നു എന്താ കാര്യം വെച്ചാൽ അതാണ് വാദം. നിങ്ങൾക്കറിയാം, വാദം 100, പിത്ത 50, കഫ 25 ഇരിക്കണം. പക്ഷേ എന്തെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുന്നതല്ല, എല്ലാവർക്കും വേരിയേഷൻസ് ആയിരിക്കും. അത് വേരിയേഷൻസ് ഏതെങ്കിലും ഒന്നും കൂടിയാലും കുറഞ്ഞാലും അസുഖം ഉണ്ടാകുമെന്നാണ് നമ്മുടെ സിദ്ധ റെക്കോർഡ്സിലിരുന്ന് ഏതെങ്കിലും ഒന്ന് കൂടിയാലും കുറഞ്ഞാലും അത് മിഹിനും കുറയിനും നൊയ് ചെയ്യും നൂലോർ, ഇതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഏതെങ്കിലും ഒന്ന് കൂടുതലായിരുന്നാലും പ്രോബ്ലം ഉണ്ടാക്കും, കുറഞ്ഞാലും പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 100 ഇരിക്കേണ്ടത് 110 ഇരുന്നാലും കുഴപ്പം, 190 ഇരുന്നാലും കുഴപ്പം ഉണ്ടാക്കും. പിത്തമാണെങ്കിൽ 50 ഇരിക്കുന്നാലും 60 ഇരുന്നാലും കുഴപ്പം, 40 ഇരുന്നാലും കുഴപ്പം ഉണ്ടാകും. കഫം 25-ന് 35 ഇരുന്നാലും കുഴപ്പമുണ്ടാകും, 15 ആയാലും കുഴപ്പമുണ്ടാകും. അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷനിലിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇൻഡിവിജ്വലായി ഇരിക്കുന്നതല്ല, ഇതെല്ലാം ചേർന്ന് നിൽക്കും. വാദവും പിത്തവും ചേർന്ന് നിൽക്കും, വാദവും കഫവും ചേർന്ന് നിൽക്കും. അതുമാതിരി ഇങ്ങനെ ഒവ്വൊന്നും ചേർന്ന് നിൽക്കും. അപ്പോൾ വാദത്തിൽ പിത്തം അങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വരുന്നത് 60%, ആദ്യം വരുന്ന വേർഡിന് 60%, സെക്കൻഡ് വരുന്നത് 40%. ഇങ്ങനെ ഒരു കോമ്പിനേഷനാണ് വാദത്തിൽ പിത്തം, കഫത്തിൽ. ഇങ്ങനെ ഫസ്റ്റ് വരുന്നത് അതാണ്. ഇങ്ങനെ മൂന്നെണ്ണവും മിക്സായി വരും, പെർമ്യൂട്ടേഷൻ. അപ്പോൾ മൂന്നെണ്ണത്തിനും ഡിസ്റ്റർബായാൽ വാദപിത്ത കഫം ഇത് ഡിസ്റ്റർബായാൽ അസുഖങ്ങൾ വരും. അതിന് കോമ്പിനേഷനൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിലെന്തെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബൈ ബർത്ത് ഡിഫാൾട്ട്, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രകൃതി ഒരു സെറ്റിംഗ്, അതുപോലെ അവർക്ക് ഇടയിൽ വേറെ വരും. ഇടയിൽ ഡിസ്റ്റർബൻസ് വരുന്നത് ഡ്യൂ ടു അവർ പിക്കപ്പ് ചെയ്യുന്നതാണ്, അവരായിട്ട് പിക്കപ്പ് ചെയ്യുന്നത്. അതായത് ഒന്ന് ക്ലൈമാറ്റിക് ചേഞ്ചസ്, രണ്ടാമത് ആഹാര രീതിയെ മാറ്റുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യുമ്പോൾ അതും ഡിസ്റ്റർബാകും. ആ ഡിസ്റ്റർബൻസ് ഒരുവിധം ക്ലിയർ ചെയ്യാം. ആ ഡിസ്റ്റർബൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് വന്ന നേരം പെട്ടെന്ന് പോയാൽ ഏർലി സ്റ്റേജിൽ പോയാൽ ക്ലിയർ ചെയ്യാം. ഇങ്ങനെയാണ് അത് ലേറ്റായി പോയാൽ ട്രീറ്റ്മെൻറ്റും കൂടുതൽ സമയം പിടിക്കും. അതാണ്. അപ്പോൾ one is native. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പ്രകൃതി, ഇറ്റ് ഈസ് നാച്ചുറൽ, നേറ്റീവ് ഓഫ് ദാറ്റ് പേഴ്സൺ. ആൻഡ് ഇടയിൽ വരുന്ന മാറ്റങ്ങൾ, വാതപിത്ത കഫത്തിൻ്റെ കുഴപ്പത്തിൽ വരുന്നതൊക്കെ അസ്യൂംഡ് വൺ, അത് ഇവരായിട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല എക്സ്റ്റേണൽ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ കൊണ്ടും വരുന്നതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പ്രകൃതിയായിട്ട് വരുന്ന ഇതിനെ ഡിഫോൾട്ട് സെറ്റിംഗ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഡിഫോൾട്ട് സെറ്റിങ്ങിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡിഫോൾട്ട് ഇതെന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ അതിൽ വാദപ്രകൃതി. ഇപ്പോൾ വാദപ്രകൃതിന്ന് വരുമ്പോൾ വാദം ഡോമിനേറ്റ് ആയിരിക്കുകയാണ്. വാദം ഡോമിനേറ്റ് എന്ന് വെച്ചാൽ ബാക്കി രണ്ടും സമം. പിത്തം 50 ഇരിക്കുന്നത്, കഫം 25 ഇരിക്കും. വാദം 100 ഇരിക്കുന്നത് 110, 115, 120 ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതാകുമ്പോൾ ആ പ്രകൃതി, ആ ദേഹത്തെ, ആ മനുഷ്യനെ നമ്മൾ വാദപ്രകൃതി പേഴ്സൺ എന്ന് പറയാം. വാദപ്രകൃതി പേഴ്സണെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള മോർഫോളജി രൂപത്തെ വെച്ച് കണ്ടുപിടിക്കുന്ന പല ടെക്നിക്കുണ്ട്. 10, 30, 40 ഫാക്ടേഴ്സ് ഉണ്ട് കറക്റ്റായിട്ട് തുല്യമായിട്ട് കണ്ടുപിടിക്കാൻ. എന്നാലും റഫായിട്ട് കണ്ടുപിടിക്കുന്ന മോർഫോളജി, എക്സ്റ്റേണൽ സിംറ്റത്തെ വെച്ചാണ് ഇത് അപ്പിയറൻസ് വെച്ച് നോക്കുമ്പോൾ
വാതക്കാർ നല്ല ലീനായിരിക്കും. വാത ലീനായിരിക്കും. പിത്തക്കാർ നോർമൽ സൈസായിരിക്കും. കഫക്കാർ കുറച്ച് ബൾക്കായിട്ട് ഇരിക്കും. അതാണ് അതിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പേര് വന്ന് ഇത് വാദപ്രകൃതി. അതാണ്. അടുത്തത് വന്ന് എന്തെന്ന് വെച്ചാൽ ഇത് പിത്തപ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ വാദം 100 ഇരിക്കുകയാണ്, കഫം 25 ഇരിക്കുകയാണ്. പക്ഷേ പിത്തം മാത്രം 50 ഇരിക്കുന്ന വേട്ട് 60 ഇരിക്കുന്നു, അല്ലെങ്കിൽ 65 ഇരിക്കുന്നു, 70 ഇരിക്കുന്നു. അതാണ് ഇത് വരുന്നത്. അപ്പോൾ വാദപ്രകൃതി ഉള്ളവർ വാദത്തെ കൊണ്ടുള്ള വാദ ഡിസീസസ് കൂടുതൽ വരും. പിത്തപ്രകൃതി ഉള്ളവർക്ക് പിത്തത്തെ കൊണ്ടുള്ള ഡിസീസ് വരും. അത് ഗുണമാക്കാൻ പാടാണ്. അതായത് ഈ പ്രകൃതി എന്ന് പറയുന്നത് ഡിഫോൾട്ട് സെറ്റിംഗ് ഉള്ളവരെ ക്ലിയർ ചെയ്യാൻ ഈ ട്രീറ്റ്മെൻറ്റ് അധിക ദിവസം ആവശ്യപ്പെടും. പക്ഷേ ശിവയോഗത്തിൽ അത് പെട്ടെന്ന് ശരിയാക്കാറുണ്ട്. ശിവയോഗത്തിൽ കൂടെ ജനറ്റിക് ലെവലിലുള്ള ഇതൊക്കെ കൂടെ ശരിയാക്കാൻ പറ്റുമെന്നാണ് ഇരിക്കുന്നത്. ഓക്കെ. അതുമാതിരി പിത്ത പ്രകൃതിയുള്ളവർക്ക് ഇപ്പോൾ ഉള്ള ഇതാണെങ്കിൽ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആകും പിത്താണെങ്കിൽ. അതേമാതിരി കസപ്പ് കയപ്പ് ഇങ്ങനെ ഒരു ബിറ്റർ ഇത് വായിൽ വന്നുകൊണ്ടിരിക്കും. ആ ദേഷ്യം കൂടെ വരും അവർക്ക്. ഇതൊക്കെയാണ് ബിഹേവിയർ പാറ്റേണിൽ വാദപ്രകൃതി ഉള്ളവർക്ക് ഇൻ്റലിജൻ്റ് ആയിരിക്കും. അവർ ഇൻ്റലിജൻ്റ് ആയിരിക്കും, മോർ ഇൻ്റലിജൻറ്റ് മറ്റവരോടെ. അതേസമയം ഈ പിത്തപ്രകൃതി ഉള്ളവർക്ക് എപ്പോഴും ദേഷ്യം വരും. അവരുടെ ബോഡി സൈസ് നോർമലായിരിക്കും, പക്ഷേ ബോഡി ഹീറ്റ് ഇൻക്രീസ് ആയിരിക്കും. അതുവരെ പിത്തം കൊണ്ടുള്ള ഇതുള്ളവർക്ക് വൾണറബിൾ വെച്ചാൽ അതുള്ള ഡിസീസസ് വരാനുള്ള ചാൻസ് കൂടുതൽ. മൂന്നാമത് കഫപ്രകൃതി എന്ന് പറയുമ്പം കഫം വന്ന് എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 25 ഇരിക്കേണ്ടത് അത് 35 അങ്ങനെ ഇരുന്നാൽ കഫം ജാസ്തിയായിട്ടുള്ള ഡിസീസ് വരും. കഫം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഈ തുപ്പും മൂക്ക് ചളി ആ കഫം മാത്രമല്ല. കഫം ബ്ലഡിൽ തന്നെ ഉണ്ട്. ബ്ലഡിൽ വന്ന് ഇരിക്കുന്ന കഫമാണ് നമ്മുടെ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റി, ഒരുപാട് കാര്യങ്ങൾ അത് യൂസ് ആവുന്നു, ഡൈജഷന് യൂസ് ആവുന്നു. അപ്പോൾ അതും കൂടാൻ പാടില്ല. കൂടിയാൽ നിങ്ങൾക്ക് വന്ന് അബവ് ചെസ്റ്റ് അതിൻ്റെ ഏരിയ ഊർത്തുവാങ്ക ഏരിയയിൽ കഫം അധികമാകുമ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ വന്ന് അവർ ഇങ്ങനെ ചുമ വരുമ്പോൾ കഫം വരും, സ്നീസിങ് ഇങ്ങനെ വരുമ്പോൾ കഫം വരും, തലയിൽ കഫം കെട്ടും, ലങ്സിൻ്റെ മറ്റേ റിബിൻ്റെ ഇടയിൽ കഫം കെട്ടും, ഇങ്ങനെയൊക്കെ കഫം കെട്ടും. അതേമാതിരി ഇത് പിത്ത ഇതെന്ന് വരുമ്പോൾ അത് ഡ്രൈ സ്കിന്ന്, തലച്ചുറ്റ്, ഇങ്ങനെ പല രീതിയിലുമുള്ള ഡിസീസ് വരും. അത് അടുത്തത് വന്ന് കഫപ്രകൃതി എന്ന് വരുമ്പം കഫം 25 ഇരിക്കുന്നു, 35 ആയിരിക്കുന്നു. അപ്പോൾ അതിന് വന്ന് കഫം ഇൻക്രീസ് ആയുള്ള അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ വന്ന് ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുന്നത് സിംഗിൾ എലമെൻ്റ് ഡോമിനേഷൻ. എന്തോന്ന്